കൊച്ചിയിലേക്ക് പോയി നമ്മുടെ സേഫിനെസ് അവിടെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. സേഫ്, കൊച്ചി മാർക്കറ്റിൽ എങ്ങനെയാ വില എന്നുള്ള കാര്യം ഇപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടൊരു വിലക്കയറ്റമൊന്നുമില്ല, എന്നാലും ചെറിയ രീതിയിലൊക്കെ വിലയുണ്ട്. ഇപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞാലേ, നമ്മളെ ചിങ്ങ ഒന്നിൻ്റെ അന്ന് രാവിലെ ഹലോ മലയാളത്തിൽ കുറച്ചൊന്ന് പൂവൊക്കെ വെച്ച് വരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് കുറച്ച് പൂ വാങ്ങിച്ചായിരുന്നു. അപ്പം വില 70 രൂപ ചിങ്ങ ഒന്നിൻ്റെ അന്ന്. ഇന്നലെ ഞാൻ പോയിട്ട് ഇന്ന് രാവിലത്തേക്ക് വേണ്ടി കുറച്ച് പൂ വാങ്ങുമ്പോഴത്തേക്കും ഒരു മുഴത്തിന് 100 രൂപയായി. അതായത് ഒരു 5 ദിവസത്തിന്റെ ഇടയിൽ 30 രൂപയുടെ കയറ്റം പൂവിലുണ്ടായി. അപ്പൊ പൂവിന് അത്യാവശ്യം വിലക്കയറ്റം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പച്ചക്കറി വീട്ടിൽ ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് വലിയ ധാരണയില്ല, എങ്കിലും പച്ചക്കറിക്കും അത്യാവശ്യം വില കൂടുതലുണ്ടെന്നാ തോന്നണേ അല്ലേ? തീർച്ചയായും സേതു, വലിയ കാര്യമായ വില കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കുറവാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. എറണാകുളം പച്ചക്കറി മാർക്കറ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ എത്ര ഭംഗിയായിട്ട് അവരിത് ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കും. നമുക്ക് ആദ്യ ദിവസം, അതായത് ഇപ്പോൾ ഈ ഓണം എത്തുന്നതിന് മുൻപേ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് ഇഞ്ചിക്കറിയൊക്കെ. നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയ സാധനമാണ്. അപ്പോൾ അതിനുള്ള ഇഞ്ചി മേടിക്കണമെങ്കിൽ ഇഞ്ചി 1/2 കിലോ വെച്ച് തൂക്കി ഇവിടെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് സാമ്പാർ മേടിക്കണമെങ്കിൽ സാമ്പാറിന് അല്ലെങ്കിൽ അവിയലിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട സാധനങ്ങൾ ഇവിടെയുണ്ട്. അതിന് കൂടെ നമുക്ക് എന്തൊക്കെ ചേർക്കണോ അതൊക്കെ ചേർക്കാം. ക്യാരറ്റ് തോരൻ, പയർ തോരൻ, അതായത് നമുക്കൊരു സദ്യ കണ്ടൊരു ഫീലാണ് എറണാകുളം മാർക്കറ്റിൽ വരുമ്പോൾ ഇവർ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. അത് തന്നെ ഇവർ എത്ര മനോഹരമായാണ് ഓരോന്നും അടുക്കി വെച്ചിരിക്കുന്നത്. ഇതിങ്ങനെ ഓരോരുത്തരും വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ ആ പ്ലേറ്റ് ഫില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും അവർ തൂക്കി 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 സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇത്തവണ ഓണത്തിന് വില കുറവാണെന്നാണല്ലേ തോന്നുന്നത്? കഴിഞ്ഞ വില കുറവാണ്, സാധനങ്ങൾക്കൊക്കെ വില കുറവാണ്. എന്തായാലും അടിപൊളിയാണ് പ്രാവശ്യത്തെ ഓണം. ഈ മഴ ഒരു പേടിയാണ് നമുക്ക്. മഴ കാരണം നമ്മൾ ഇന്നലെയും ഈ പറഞ്ഞ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ മഴ കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് സാധനങ്ങൾ ഒരുപാട് ബാക്കിയായി. സാധാരണ ഞങ്ങൾ ഞായറാഴ്ച അങ്ങനെ കച്ചവടം ചെയ്യാത്തതാണ്. ഇന്നിപ്പോൾ ഞങ്ങൾ ഇന്നലത്തെ സാധനം ഒരുപാട് ബാക്കി വന്നുകൊണ്ട് നമുക്കിവിടെ വരേണ്ടി വന്നു. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചതല്ല. അപ്പോൾ നാളെ എന്തായാലും അടിപൊളിയായിരിക്കും, മഴ ഇല്ലെങ്കിൽ. മഴ വരുമ്പോഴാണ് ഒരു ടെൻഷനില്ല. ഇപ്പോഴും മഴ, ഞാൻ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ ഒരു മഴ ഒന്ന് പതുക്കെ ചാറിയപ്പോഴേക്കും പെട്ടെന്ന് ആളുകൾ അങ്ങ് ചെതറിപ്പോയി. മഴ ഇല്ലെങ്കിൽ അടിപൊളിയാണ്. ഇഷ്ടംപോലെ ആൾക്കാർ ഇറങ്ങും, സാധനങ്ങൾ വാങ്ങിക്കും, അടിപൊളിയായിട്ട്. അതായത് നമുക്ക് അറിയാൻ പാടില്ല, ഇപ്പോഴും പ്രവചിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയാണ്. എങ്ങനെയാ വിലയൊക്കെ എങ്ങനെയാണ് എല്ലാത്തിനും? സാമ്പാർ കൂട്ടിനൊക്കെ എത്രയുണ്ട് വില? സാമ്പാർ കൂട്ടിനൊക്കെ എന്താ വില? സാമ്പാർ കൂട്ട് ഒരു കൂട്ടിന് 50 രൂപ കൊടുക്കണം ഒരേ കൂട്ടി. പിന്നെ സാധാരണയുള്ള വില കൂടിയിട്ടൊന്നുമില്ല, ഒരേ വില കൂടിയിട്ടില്ല. ബാക്കി എല്ലാ ഐറ്റങ്ങൾ തക്കാളിയൊക്കെ 1 കിലോ 40 രൂപയൊക്കെ ഉള്ളൂ. പിന്നെ വെണ്ടക്ക 1/2 കിലോ 30, കിലോ 60. സവാള എങ്ങനെ? ഇഞ്ചിയൊക്കെ 1/4 കിലോ 70 ഇവിടെ. ഇന്ന് തുടങ്ങി വിളിക്കുന്ന അമ്മ വിൽക്കണത് ഈ ഓണം പ്രമാണിച്ച് 1/2 കിലോ 50 കൊടുക്കണേ. ഓക്കെ, അത് ഓണം പ്രമാണിച്ച് ആളുകൾ ആഘോഷിക്കട്ടെ എന്ന് കരുതി ഇവര് വില കുറച്ചിട്ടുണ്ട് ഇവരുടെ ഭാഗത്ത് നിന്ന്. സാധാരണ എടുക്കുന്ന ഒരു വിലയൊന്നും എടുക്കാതെ പരമാവധി വിലയൊക്കെ കുറച്ചിട്ടാണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ ഈ ദേവൻ പറഞ്ഞ പോലെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റുന്ന, നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചിക്കറി നേരത്തെ ഉണ്ടാക്കി വെക്കാം, അച്ചാറുകൾ നേരത്തെ ഉണ്ടാക്കി വെക്കാം. അവസാനം ഉണ്ടാക്കി വെക്കുന്ന സാധനമാണ് ഈ സാമ്പാർ, അവിയൽ, അങ്ങനെയുള്ള സാധനമൊക്കെ നമുക്ക് അന്ന് ഉണ്ടാക്കിയാൽ മതി. അതിന് മുന്നേ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് മറ്റ് ഈ അച്ചാറും ഇഞ്ചിക്കറി പോലുള്ള സാധനം, മോരുകറി പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെക്കാം. അങ്ങനെ കേടായി പോകുന്ന സാധനങ്ങളല്ല. ഇപ്പോൾ ഈ വറനാരങ്ങയൊക്കെ ഉണ്ടല്ലോ, ഈ നാരങ്ങയൊക്കെ, വടുകപ്പുളി നാരങ്ങയൊക്കെ നമ്മുടെ ശരിക്കും ഓണത്തിന് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാധനമാണ്. വടുകപ്പുളി നാരങ്ങ കയ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ സദ്യയുടെ കൂട്ടത്തിൽ ഇതൊന്ന് കഴിച്ചാലും രസം ഉണ്ടാവുള്ളൂ. ഈ വടുകപ്പുള്ളിയുടെ ഒക്കെ വില എങ്ങനെയാ? ഹോൾസെയിൽ വില 50 രൂപ, റീറ്റെയിൽ വില 100 രൂപ വരെ വിൽക്കുന്നുണ്ട് ആളുകൾ. ഇപ്പോൾ 80 രൂപ, 60 രൂപ അങ്ങനെ വില റേറ്റുകൾക്കും വിൽക്കുന്നുണ്ട്. അതുപോലെ ചെറുനാരങ്ങയ്ക്കാണ് ഇപ്പോൾ വില കൂടുതലാണ്. 160 രൂപ, 150 രൂപ, 120, 100 ആയിട്ട് വിൽക്കുന്നുണ്ട്. അതുപോലെ എല്ലാ സാധനങ്ങളും എല്ലാ ഐറ്റംസും ഉണ്ട്. ഇന്നലെ വരെ അച്ചിങ്ങ 1 കിലോ 10 രൂപ 15 രൂപയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ ചാക്ക് എടുക്കുമ്പോൾ. ഇപ്പോഴത്തെ വില എന്ന് പറയാൻ പറ്റില്ല. നാളെ എല്ലാ സാധനങ്ങൾക്കും വില കൂടുന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് ഓണത്തിൻ്റെ ഒരു ദിവസം മുന്നാണ് ഈ സാധനങ്ങൾക്കെല്ലാം വില കൂടാറ്. അത് കഴിഞ്ഞ് എല്ലാ സാധനങ്ങളും 20 രൂപയ്ക്ക് വീണ്ടും വരും. ഓണം പർച്ചേസിന് ഇറങ്ങിയതാണോ? അതെ. എന്തൊക്കെയാണ് ഇത്തവണ വിഭവം ഉണ്ടാക്കാനുള്ള പ്ലാന്? അങ്ങനെയൊന്നുമില്ല, എല്ലാം ഉണ്ടാക്കണം. ആദ്യം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണ്? സാമ്പാറായിരിക്കും. ഈ മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടോ? അച്ചാറുകളൊക്കെ ഉണ്ടോ? ഉണ്ട്, എല്ലാം ഉണ്ട്. ചെറുനാരങ്ങയ്ക്ക് ഇച്ചിരി വില കൂടുതലാണ്. എല്ലാത്തിനും ഒരു വിലയുണ്ട്. എന്നാലും കഴിഞ്ഞ തവണത്തേക്കാളൊക്കെ കേൾക്കുമ്പോൾ വില കുറച്ച് കുറവുള്ള പോലെയൊക്കെ. തക്കാളിക്കൊക്കെ എന്താ വില? തക്കാളി ഹോൾസെയിൽ വില 25 രൂപ 20 രൂപ പെട്ടി എടുക്കുമ്പോൾ വില വരുന്നുണ്ട്. ചില്ലറ വില 1.5 കിലോ 50, ചില ആളുകൾ 40 വിൽക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് 1.5 കിലോയ്ക്കാണ് 50 രൂപ. തക്കാളിയൊക്കെ ഇപ്പം എന്തിനും പോകുന്ന ഒരു സാധനമാണ്. തക്കാളിയൊക്കെ അത്യാവശ്യം നല്ല ഇതായി പോകുന്നതാണ്. പച്ചമുളക് ഉണ്ട്, അവിടെയൊക്കെ ഇഷ്ടംപോലെ പലതരത്തിലുള്ള പച്ചമുളക് ഇരിപ്പുണ്ട്. പച്ചമുളകൊക്കെ എന്തൊക്കെ വില? പച്ചമുളകിനൊക്കെ എന്താ വില? പച്ചമുളക് 80 രൂപ. 70 രൂപയായിരുന്നു തോന്നുന്നു അല്ലേ നേരത്തെ? ഇല്ല, നോർമൽ വിലക്ക് തന്നെ ഇപ്പൊ വിൽക്കണത്.
അത്ര വലിയ വിലയൊന്നും ആയിട്ടില്ല. ഓക്കെ ഓക്കെ, നോർമൽ വിലയിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്, അങ്ങനെ വില കൂടിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഇതേ കാണാം, എന്തോരം പേരാണ് ഇവിടെ സാധനങ്ങൾ വാങ്ങാൻ തന്നെ. ഓണം പർച്ചേസിന് ഇറങ്ങിയതാണോ? എന്താണ് ഇത്തവണ സദ്യ വിപുലമാണോ? കുഴപ്പമില്ല, നല്ല ഞങ്ങളുടെ ആദ്യത്തെ കൊച്ചിന്റെ ഓണമാണ്, അതുകൊണ്ട് ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിച്ചിറങ്ങി. ഓക്കെ, എന്തായാലും അങ്ങനെ